നമുക്കൊരു ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോവാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കിലോ ബീഫിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീഫ് വേകാനുള്ള ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേകാൻ വെക്കാം. നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാളയും പച്ചമുളകും തക്കാളിപ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ 3 വലിയ തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ പുതിനയിലയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞു വെക്കാം. അപ്പോൾ നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ കടായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നട്ട്സും സവാളയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബിരിയാണി ചെമ്പ് അടുപ്പി വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പച്ചമുളക്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറണം. ഇനി നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിപ്പഴവും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല, ഒരു ടീസ്പൂൺ മീറ്റ് മസാല. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം, നാരങ്ങയുടെ നീര്. എന്നിട്ട് നമുക്ക് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് നമ്മുടെ മസാലയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ബീഫും മസാലയെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിനകത്ത് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മൾ മുഴുവനും ചേർത്തിട്ടില്ല, ഏകദേശം 1 ഗ്ലാസ് അളവിൽ എടുത്തിട്ടുള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമ്മുടെ സവാളയും തക്കാളിപ്പഴവും എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം.
നമ്മൾ 1 കിലോ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് കുതിരാൻ വെക്കാം. അടുത്തായിട്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് അളവിനെടുത്തേക്കുന്നത്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 100 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇന്ന് വെള്ളം പറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും ഒണിയനും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിനി സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയും പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് ഡ്രാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂറിന് ദം ചെയ്യും. നമുക്ക് നമ്മുടെ ദം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേട്ടതേ ഇത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മണമാണ് സഹിക്കാൻ പറ്റാത്ത അന്യായ മണമാണ്. ചൂട് ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷാൾട്ടേക്കുന്ന കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. കൊള്ളാം. സൂപ്പറാണോ?